ഹായ്, ആർടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന റിയൽമി 5ൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ലുക്ക് ഇംപ്രഷൻ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബോക്സിൻ്റെ കാര്യത്തിലോട്ട് തന്നെ നോക്കാം. ഒരു പ്രീമിയം ലുക്ക് ബോക്സിന് കൊടുത്തിട്ടുണ്ട്. അത് റിയൽമി C2 ഞാൻ അൺബോക്സ് ചെയ്തപ്പം പറയാൻ മറന്നു വരികയാണ്. നല്ല പ്രീമിയം ലുക്ക് തന്നെ ബോക്സിന് കൊടുത്തിട്ടുണ്ട്. ക്വാഡ് ക്യാമറ, 5000 mAh ബാറ്ററി, ഇതെല്ലാം എൻ്റെ ഫ്രണ്ട് ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുമുണ്ട്. പിന്നെ ഏറ്റവും വേണ്ട റിയൽമിയുടെ ബ്രാൻഡിങ്, സൈഡ് റിയൽമി 5 എന്നുള്ളതും, പിന്നെ പുറകെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ 4GB 64GB ആണ് എടുത്തിരിക്കുന്നത്. ക്രിസ്റ്റൽ പർപ്പിൾ ഡിസൈനാണ് മേടിച്ചിരിക്കുന്നത്. 10,000 രൂപയാണ് ഇതിനിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ വില കുറഞ്ഞാണ്. നേരത്തെ 11,000, ഇപ്പം 10,000 രൂപയുള്ളൂ. ഓക്കെ, ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ ആ ഒരു റിയൽമി C2 അൺബോക്സ് ചെയ്തപ്പം കിട്ടിയ അതേപോലെ ഒരു ചോക്ലേറ്റ് സ്മെല്ല് തീർച്ചയായും കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് വെൽക്കം ചെയ്യുന്ന ഹേ വെൽക്കം ടു റിയൽമി ഫാമിലി എന്ന് പറയുന്നൊരു കുഞ്ഞ് ബോക്സാണ്. റിയൽമിയുടെ ബ്രാൻഡിങ്ങും കാര്യങ്ങളും എല്ലാം അതിലുണ്ട്. ബോക്സിനകത്ത് സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേസും പിന്നെ കുറേ ക്വിക്ക് ഗൈഡും വാറണ്ടി കാർഡും ഒക്കെയാണ്. അതൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് നോക്കാം. തീർച്ചയായും അതൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു ക്വിക്ക് ഗൈഡും പിന്നെ കുറേ വാറണ്ടി കാർഡും അതും ഇതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു കേസും വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയാണ് കേസിന്. അത്ര ട്രാൻസ്പെറൻ്റ് അല്ല, കുറച്ച് ബ്ലാക്കിൻ്റെ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡിവൈസ് ഇതായിരിക്കുന്നു. ഡിവൈസിലോട്ട് വരാം. അതിനിപ്പുറം ബോക്സിൽ ബാക്കിയുള്ള കണ്ടൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ചാർജറും പിന്നെ ഇതിനുള്ള USB കേബിളും. മൈക്രോ USB ആണ്. ചാർജർ 5 വാട്ടിൻ്റെ 2 ആംപിയറിൻ്റെ ചാർജറാണ്. നോർമൽ ചാർജിങ് തന്നെയാണ് വരുന്നത്. 3 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആകും എന്നാണ് റിയൽമി പറയുന്നത്. പിന്നെ മൈക്രോ USB ആണ് ഇപ്പോഴും റിയൽമി യൂസ് ചെയ്യുന്നത്. പഴയ കാലത്തുള്ള അതേ ലുക്കിൽ തന്നെയാണ് ഇപ്പോഴും റിയൽമി പോകുന്നത്. ഇതിൽ മൈക്രോ USB ആണെന്ന് നമുക്കൊന്ന് നോക്കാം. നല്ല ടൈറ്റ് സീലാണ് ഇവിടെ വരുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പൊളിച്ചപ്പോഴാണെങ്കിൽ പോലും C2ൻ്റെ ഇത് പൊളിച്ചപ്പോഴാണെങ്കിൽ ഇതുപോലെ തെറിച്ച് പോയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ഇത് ഓപ്പൺ ചെയ്തപ്പോൾ അത് തെറിച്ച് പോയത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. 1 മീറ്റർ ലോങ് ഉള്ളൊരു മൈക്രോ USB കേബിൾ. കുഴപ്പമില്ല, മൈക്രോ USB അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സിം ഇൻജെക്റ്റിംഗ് പിന്നും കൂടാണ് നമുക്ക് ഇവിടെ വരുന്നത്. അത് കേസിനകത്ത്, കുഞ്ഞു ബോക്സിനകത്തല്ല, ഇതിന് സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് കാണാം. ഓക്കെ, ഇതെല്ലാം നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് നമ്മുടെ ഡിവൈസിലോട്ട് വരാം. 6.5 ഇഞ്ച് വലിപ്പമുള്ള നമ്മുടെ റിയൽമി 5 നമ്മുടെ ഇരിക്കുന്ന കാണാം. HD+ ഡിസ്പ്ലേ, ക്വാൽകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 665 ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. പുറകിലത്തെ ഒരു സ്ലിപ്പ് കാണാം. അത് സൂക്ഷിച്ച് വെക്കണം, കാരണം വാറണ്ടി സമയത്ത് ഒത്തിരി ഉപകാരപ്പെടുന്ന സാധനമാണ്. നിങ്ങൾക്ക് കാണാം, ആ ഡിസൈനൊക്കെ കാണാം. പുറകിലത്തെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫിംഗർ പ്രിൻറ്റും എല്ലാം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നല്ലൊരു ഡിസൈൻ, നല്ലൊരു പ്രീമിയം ലുക്കുള്ള ഡിസൈനാണ്. പ്ലാസ്റ്റിക് ബോഡി ആണെങ്കിൽ പോലും നല്ല ഡിസൈനുണ്ട്. മണ്ടഭാഗം നല്ല ക്ലീനാണ്. പ്രത്യേകിച്ച് ഒന്നും വന്നിട്ടില്ല. വലതുവശത്തോട്ട് വരുമ്പോഴത്തേനും ഒരു പവർ ബട്ടൺ മാത്രമാണ് വരുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ പവർ ബട്ടണും താഴ്വശത്ത് വരുമ്പോഴത്തേനും സ്പീക്കർ ഗില്ല്, മൈക്രോ USB പോർട്ട്, മൈക്ക്, പിന്നെ 3.4 mm ഒരു ഹെഡ്ഫോൺ ജാക്കാണ് വരുന്നത്. ഇടത് സൈഡിലോട്ട് വരുമ്പോഴത്തേനും ഒരു വോളിയം അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ചും പിന്നെ ഒരു സിം ട്രേയും കാണാൻ സാധിക്കും. ബാക്ക് സൈഡ് ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ ക്വാഡ് ക്യാമറ സെറ്റപ്പും കാണാം. ഏറ്റവും മണ്ടയുള്ളതാണ് അൾട്രാവൈഡ്. രണ്ടാമത് വരുന്ന മെയിൻ ക്യാമറയും പിന്നെ മാക്രോയും ഡെപ്തും. നമുക്ക് സിം ട്രേയുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. ഓക്കെ, സിം ട്രേ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാം. 256 GB വരെ മെമ്മറി കാർഡ് എത്തിൽ സപ്പോർട്ടാണ്. അതൊരു നല്ല ഫീച്ചറാണ്. പ്ലാസ്റ്റിക് ഡിസൈൻ തന്നെയാണ്. വാട്ടർ പ്രൂഫ് എന്നല്ല, എന്നാൽ സ്പ്ലാഷ് പ്രൂഫ് ആണെന്ന് റിയൽമി പറയുന്നുണ്ട്. 12 മെഗാ പിക്സലാണ് ഇതിൻ്റെ റിയറിലുള്ള മെയിൻ ക്യാമറയ്ക്ക് വരുന്നത്. ഫ്രണ്ടിൽ 13 മെഗാ പിക്സലും. ഓക്കെ, ഫോൺ ഞാൻ മുഴുവൻ ബൂട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഫുൾ റിവ്യൂ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ അങ്ങനെ ഫുള്ളായിട്ടുള്ള റിവ്യൂ ഇല്ല. ഇനി നമുക്ക് ക്യാമറ സെക്ഷനാണ് റിയൽമി എപ്പോഴും പരസ്യങ്ങളിലൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമുക്ക് നോക്കണം. ആദ്യം തന്നെ കുറേ വേണ്ടാത്ത ആപ്ലിക്കേഷൻസ് ഒത്തിരി വന്നിട്ടുണ്ട്. കളർ OSൻ്റെ UIയിൽ UC ബ്രൗസർ അതൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ നോക്കുമ്പോൾ തന്നെ ഡിലീറ്റ് കളയാൻ പറ്റുന്നതാണ്. സെൻസേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ സെൻസറുകളും ഒട്ടുതൊക്കെ നമുക്ക് ആവശ്യമുള്ള മിക്ക സെൻസറുകളും ഈ ഫോണിൽ വന്നിട്ടുണ്ട്. ഇത് ക്യാമറയുടെ കാര്യം നോക്കാം. ക്യാമറ വളരെ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് കാണാം, നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ തന്നെയാണ്.
സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിടക്കുന്നു. നമുക്ക് ഫസ്റ്റിലെ തന്നെ ക്യാമറ അങ്ങനെ പറയേണ്ട കാര്യമില്ല. എങ്കിലും ഫസ്റ്റ് ലുക്കിൽ തന്നെ ക്യാമറയ്ക്ക് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഷട്ടർ സ്പീഡാണെങ്കിൽ പോലും നല്ല പെട്ടെന്ന് തന്നെ ഫോട്ടോ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രോസസ്സ് ചെയ്യാൻ സമയമൊന്നും എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഫോട്ടോ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു അൾട്രാ വൈഡ് ആംഗിൾ നമുക്ക് ഏറ്റവും വേണ്ട ഒരു ഓപ്ഷൻ കാണാം. അത് നമുക്കൊന്ന് എനേബിൾ ചെയ്ത് നോക്കാം. തന്നെ 119 ഡിഗ്രിയുടെ നല്ലൊരു അൾട്രാ വൈഡ്, നല്ലൊരു ഏരിയ തന്നെ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം, അതിലും നല്ലൊരു ഷട്ടർ സ്പീഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ 2x സൂം ഒരു രക്ഷയില്ല, സൂപ്പർ 2x ആണ്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന അൾട്രാ മാക്രോ ആണ്. മാക്രോ ലെൻസ് അത്ര വലിയ സൂപ്പറായിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം അത്ര വലിയ ക്വാളിറ്റി ഇല്ല. ഒരു നോർമൽ മെയിൻ ക്യാമറ ഒന്ന് സൂം ചെയ്തെടുക്കുന്ന ക്വാളിറ്റി പോലും കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സെൽഫി ക്യാമറ നമുക്ക് നോക്കി തന്നെ, സെൽഫി ക്യാമറ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഞാനതിൻ്റെ ഫോട്ടോ ഷട്ടർ സ്പീഡാണ് നമുക്ക് നോക്കേണ്ടത്. അത്യാവശ്യം നല്ല ഷട്ടർ സ്പീഡ് ഉണ്ടായിരുന്നു. ഞാനിത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയൊരു കാര്യമാണ്, സോറി. ഓക്കെ, ഫസ്റ്റ് ലുക്ക് ഇംപ്രഷൻ ഇത്രയേ ഉള്ളൂ റിയൽമിയുടെ. കൂടുതൽ കാര്യങ്ങളെല്ലാം ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ വരാനുണ്ട്. അതെല്ലാം ഒരാഴ്ചയ്ക്ക് ഇപ്പുറം തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്ക് റിയൽമി 5S ലോഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, റിയൽമി 5S ലോഞ്ച് ആയ അതേ ദിവസം തന്നെ ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഓർഡർ ചെയ്ത ഈ ഫോൺ എൻ്റെ കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വല്ലതായിപ്പോയി. പിന്നെ അത്ര വലിയ ക്യാമറ ഒന്നും ഞാൻ അത്ര വലിയ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വിചാരിച്ചിട്ട് ആശ്വസിക്കാം. കേസ് ഇട്ട് കഴിയുമ്പോൾ ഇതാണ് നിങ്ങൾ കാണുന്നത്. നല്ലൊരു പ്രൊട്ടക്ഷൻ മൊത്തത്തിൽ കൊടുക്കുന്നുണ്ട് ഫോണിന്. ഓക്കെ, വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂടുതൽ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റ. വേറെ വീഡിയോ കാണുന്നവരായിരിക്കും. ടാറ്റ.